കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 812 കിലോമീറ്റർ ആണ് നല്ലൊരു സന്ദേശമായിട്ട് ബോച്ചെ ഓടിയിട്ടുള്ളത്. അപ്പൊ അതില് ഗിന്നസ് റെക്കോർഡ് ഫോർ വേൾഡ് പീസ് അടക്കം ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ബോച്ചയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള അവാർഡിൽ വെച്ചിട്ട് ഏറ്റവും പ്രസ്റ്റീജിയസ് എന്ന് ബോച്ചെ തന്നെ വിചാരിക്കുന്ന, ബോച്ചയ്ക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവാർഡ് ഏതാണ്? എനിക്ക് 100-200 ചില അവാർഡുകളും പേവാർഡുകളും ഒക്കെ ഉണ്ട്. അതില് എനിക്ക് ഏറ്റവും വാല്യൂ ആയിട്ടുള്ളത് 812 കിലോമീറ്റർ റൺ യൂണിക് വേൾഡ് റെക്കോർഡ്. അതാ യൂണിക് വേൾഡ് റെക്കോർഡ് എന്നുള്ളത് കൊണ്ടൊന്നുമല്ല, അതിന് ഏറ്റവും എൻ്റെ വിശർപ്പിന്റെ മണമുള്ള അവാർഡാണ്. അതാണ്, വിശർപ്പിന്റെ മണമാണ് അതിന്റെ അവാർഡ്. കടലാസിലൊരു സാധനം പല ജാതി അവാർഡുകൾ കിട്ടുന്നതല്ല. അത് 812 റോട്ടിക്കോടെ ഓടി ഒരുപാട് പേര്, അമ്മമാരും വൃദ്ധന്മാരും കുട്ടികളും മന്ത്രിമാരും അന്നത്തെ മുഖ്യമന്ത്രി, ഒരു പിടി ആൾക്കാർ കുറച്ച് ദൂരം ഓടി എൻ്റെ ഒപ്പം വന്ന് എന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. ഒരുപാട് പേര് ബസ്സുകളും കാറുകളും ബൈക്കുകളും ദിവസേന പോകുമ്പോൾ എന്നെ കാണുക, ഇങ്ങനെ ഓടുന്നുണ്ട്. പിറ്റേ ദിവസം പോകുമ്പോൾ അതേ അവിടെ എത്തി, അവിടുന്ന് ഓടുന്നു. അപ്പൊ ഓരോ സ്പോട്ടില് ഓടും, അവിടെ നിർത്തും. ഫുൾ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തിട്ടാണ് പോണേ. പിന്നെ ഷൂല് ചിപ്പ്, റെക്കോർഡുകൾക്ക് കൊടുക്കണമെങ്കിൽ പ്രൂഫുകൾ കൊടുക്കണം. അപ്പൊ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്കൊപ്പം 10,000-കണക്കിന് ആൾക്കാരെ കേരളത്തിൽ അവിടെ എത്തുമ്പോഴേക്കും, തിരുവനന്തപുരം എത്തുമ്പോഴേക്കും എൻ്റെ കൂടെ ഓടി അതിലൊരു 14 കോടി രൂപ ഞാൻ ചെക്കായിട്ട് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി വഴി കൊടുക്കുകയും അങ്ങനെ ഒരു ചാരിറ്റി യാത്രയാക്കി. വെറൊരു ഓട്ടമല്ല, ഗിവ് ബ്ലഡ് സേവ് ലൈഫ് എന്ന സന്ദേശത്തോടു കൂടി. ബ്ലഡ് ബാങ്ക് തുടങ്ങാനേ പോയേ, പിന്നീട് അറിയുന്നത് ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ പറ്റില്ല എന്നൊരു വ്യക്തിക്ക്. അപ്പൊ ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് ഫ്രീ ആംബുലൻസ് സർവീസ് വെച്ചുകൊണ്ട് പലരെയും രക്തം കൊടുക്കാൻ വേണ്ടി അറേഞ്ച്മെന്റ്സ് ചെയ്യുകയാണ് എന്നത്. അതായത് കാശ് കൊടുത്ത് രക്തം വാങ്ങേണ്ട ആവശ്യം വരരുത്, അതായത് എൻ്റെ സന്ദേശം. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാൻ ഓൾ ഇന്ത്യ ബ്ലഡ് ഡോണേഴ്സ് ഇതിന്റെ രക്ഷാധികാരിയാണ്. പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ 10 പേരെ വിളിക്കുമ്പോൾ ഒരാളാണ് ബ്ലഡ് കൊടുക്കുള്ളൂ, വേറെ കാര്യം. ഓട്ടത്തിനൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഓടി ഫോമൊക്കെ ഒപ്പിട്ട് കുറെ ഇതൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ദ മാൻ ഹു ഗോട്ട് മറഡോണ ടു കേരള എന്നാണ് ബോച്ചെ. എന്റെ നാട്ടിലാട്ടോ, കണ്ണൂരാണ് കൊണ്ടുവന്നത്. കണ്ണൂരാണോ? അതെ. അപ്പം മറഡോണയുമായിട്ട് ആസ് എ ഫുട്ബോളർ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും. അപ്പൊ എന്താണ് മറഡോണയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബോച്ചയ്ക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഓർമ്മ? ഈ മലപ്പുറം കണ്ണൂരൊക്കെ ഫുട്ബോൾ ഭയങ്കര ക്രേസ് അല്ലേ? കണ്ണൂരായതുകൊണ്ട് ഈ ബോൾസ് ഗെയിം ഒക്കെ ഇഷ്ടമാണോ? എനിക്ക് സ്പോർട്സിനോട് പൊതുവെ വലിയ താല്പര്യമില്ല. ഇല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. പിന്നെ മറഡോണയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 84 മറ്റല്ലേ വേൾഡ് കപ്പ് അങ്ങനെ സമയത്ത് ടി വിയിലൊക്കെ പോയി തൊട്ടുമുത്തു. വേറെ ഓപ്ഷൻ ഇല്ല, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി അല്ലേ ആ സമയത്ത്. പിന്നെ അദ്ദേഹം വളരെ ഇന്നസെന്റ്, കുട്ടികളുടെ പോലെയാണ്. പുള്ളിക്ക് അങ്ങനെ കളവ് പറയാൻ അങ്ങനെ ഒന്നും അറിയത്തില്ല. പിന്നെ ലോകം അറിയാത്തൊരു സത്യം പുള്ളി പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളി ഡ്രഗ്സ് ഒക്കെ അടിക്കുമായിരുന്നു, പക്ഷെ കളിക്കുമ്പോൾ ഡ്രഗ്സ് അടിച്ചിട്ടില്ലായിരുന്നു. അത് ശത്രുക്കള് ആളുടെ ജ്യൂസിൽ കലർത്തി കൊടുത്തിട്ട് ഇൻഫോം ചെയ്ത് ഒറ്റിക്കൊടുത്ത് പിടിപ്പിച്ചതാണ്. ആൾ പറയുന്നൊക്കെ സത്യം പറയാറ്. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അങ്ങനെയാണ് ഉള്ളത്. ഓപ്പൺ ആയിട്ട് വെട്ടി തുറന്ന് പറയും. ഇല്ലെങ്കിൽ ചൂടാവണമെങ്കിൽ ചൂട്, അടിയാണെങ്കിൽ അടി, ഇൻസ്റ്റന്റ്. പിള്ളേരെ പോലത്തെ അവസ്ഥ, വേറെ ചിന്തിക്കാൻ അത് ശുദ്ധ മനസ്സാണ്. അങ്ങനെയൊക്കെയാണ് പുള്ളി. ഇവിടെ അബുദാബിയില് ദുബായിലെ ആളുടെ വീട്ടിലിരിക്കുമ്പോൾ അവിടെ അബുദാബിന്ന് ഷെയ്ഖ്മാരൊക്കെ വന്നിട്ട് പുള്ളീനെ ക്ഷണിക്കുകയാണ്. അബുദാബി കൊട്ടാരത്തിലേക്ക് നാളെ ഭക്ഷണത്തിന് രാജാവ് ക്ഷണിച്ചിരുന്നു. പുള്ളി പറയാ, പുള്ളിക്ക് ഇതൊക്കെ എന്താന്ന് പറഞ്ഞില്ല. നോ അവരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയാം രാജാവിനെ. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന രാജ്യം ഇവരുടെയാണ്, അങ്ങനെയാണ്, നിങ്ങൾ ആരോട് സംസാരിക്കണേന്ന് അറിയോ എന്ന് പറഞ്ഞപ്പോ എന്തോ എടുത്തിട്ട് എറിഞ്ഞ്. അപ്പൊ മനസ്സിലായത് പണിയാവും, ഇനിയിപ്പൊ അടുത്ത് എന്താ ഉണ്ടാവാൻ പോണെന്ന് അറിയില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. അവസാന കാലത്തും ശരിയായ ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു സാധാരണക്കാരന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് പോലും കിട്ടിയിട്ടില്ല. കുറച്ച് ഭാര്യമാരൊക്കെ ഉണ്ട്, കാമുകിമാര് വേറെ ഉണ്ട്. അപ്പൊ നന്നായിരിക്കുമ്പോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ലാസ്റ്റ് ആയി വന്ന സമയത്തായിപ്പോ ആരും ഇല്ല കാര്യമായിട്ട്. ഒരാളുണ്ട് കുട്ടികളൊക്കെ ആയിട്ട്, ഞാൻ അറിയുന്നതാണ് വയസ്സ്.
പിന്നെ ഒരുപാട് പേരെയൊന്നും കാണാനില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ കിട്ടിയവരൊന്നും പിന്നെ സ്പെൻഡ് ചെയ്യാൻ ആളില്ല. അങ്ങനത്തെ എന്താ പറയാ ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായത് ലാസ്റ്റ്. അദ്ദേഹം മരണപ്പെടില്ലായിരുന്നു, മര്യാദയ്ക്കൊരു ട്രീറ്റ്മെന്റ്. പിന്നെ നമുക്കൊന്നും കൊടുന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ പ്രസ്റ്റീജായി വലിയ പ്രശ്നമായില്ലേ പുറംലോകം. അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. എനിക്ക് നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു മറഡോണ എന്നുള്ളത്. ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നമുക്ക് ചിലവരോട് സ്നേഹം ഉണ്ടാവും, ചിലവരോട് നമുക്ക് സ്നേഹമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ആവശ്യങ്ങൾക്കും മാർക്കറ്റിങ്ങിനും പല ആവശ്യങ്ങൾക്കായിട്ട് ബിസിനസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ചില വ്യക്തികളോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം, ഒരു കണക്ടിവിറ്റി ഉണ്ടാവും. That's a real beautiful feeling of life. Thanks for watching. Don't forget to like, share and subscribe for more insightful comparisons and business tips.